നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതേപോലെ ഒരുപാട് സജീവമായ ഒരു വാർത്താ ദിനമാണ് ഇന്ന്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം ഇടപെടൽ കാര്യക്ഷമമായി സംഭവിക്കുന്നു. അന്വേഷണം പല ദിശകളിലേക്ക് തിരിയുന്ന പശ്ചാത്തലമുണ്ട്. ഉന്നതരായ ആൾക്കാർ പലരും ചോദ്യം ചെയ്യലിൻ്റെ നിഴലിലാണ്. അവരെയൊക്കെ ചോദ്യം ചെയ്യാനായി SIT ഒരുങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഇന്നലെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ആദ്യ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. അതിൽ ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ, ഈ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം സംശയനിലയിലുണ്ടായിരുന്നു ഇത്രയും നാൾ. അവരെയൊക്കെ അത് ഒഴിവാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പശ്ചാത്തലം നമ്മൾ കണ്ടു. ഒപ്പം ഇന്ത്യയുമായി ലോകകപ്പ് ക്രിക്കറ്റ് കളിക്കും എന്ന പാകിസ്ഥാൻ്റെ ഉറപ്പും ഇന്നലെ വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് വിശദമായി തന്നെ നമ്മൾ രാവിലെയിൽ എടുക്കുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ ഉള്ള ഏറെ സമ്പന്നമായ ഒരു ദിവസമാണ് ഇന്ന്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടിൽ അന്വേഷണ സംഘത്തെ ഇന്ന് നിശ്ചയിക്കും. സ്വർണ്ണക്കൊള്ളയിൽ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കും. കണ്ഠരര്, രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിലും വാദം. സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷം. രാജ്യസഭയിൽ ബജറ്റ് ചർച്ച ഇന്നും തുടരും. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം. മുന്നണി ജാഥകൾ പര്യടനം തുടരുന്നു. സതീശന്റെ പുതുയുഗയാത്ര വയനാട്ടിൽ. MV ഗോവിന്ദന്റെ യാത്ര മലപ്പുറത്ത്. ബിനോയ് വിശ്വം നയിക്കുന്ന യാത്ര കൊല്ലത്ത്. ജോസ് കെ മാണിയുടെ മധ്യമേഖലാ പര്യടനം കോട്ടയത്ത്. ആഭ്യന്തര കലാപത്തിനിടെ ബംഗ്ലാദേശ് പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് മറ്റന്നാൾ. മുഖ്യ പോരാട്ടം BNPയും ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന സഖ്യവും തമ്മിൽ. സമാധാനപരമായ വോട്ടെടുപ്പ് വാഗ്ദാനം ചെയ്ത് ഇടക്കാല സർക്കാർ. T20 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം ഉറപ്പായി. ബഹിഷ്കരണ ഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാൻ. മത്സരത്തിന് അനുമതി നൽകി പാക് സർക്കാർ. പോരാട്ടം ഞായറാഴ്ച കൊളംബോയിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമുക്കാദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണം, ചോദ്യം ചെയ്യൽ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, പലരുടെയും പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്നലെയാണ് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക്, കൊടിമരമടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധനയ്ക്ക് SITക്ക് കോടതി അനുവാദം നൽകിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. കാരണം UDF ഭരണകാലത്തെയും കൊടിമര പുനർനിർമ്മാണം, അതിലെ ക്രമക്കേട് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തെ ഇന്ന് തീരുമാനിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തും എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കൊടിമര നിർമ്മാണത്തിൽ പ്രത്യേക അന്വേഷണം നടത്താൻ ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, നമുക്കറിയാം ഇതിന് വ്യത്യസ്തമായ നിരവധി തലങ്ങളുള്ള ഒരു അന്വേഷണമാണ്. അവിടെ ഇപ്പോൾ LDFന്റെ സമയത്ത് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. LDFന്റെ ഭരണസമിതികൾ, LDF നിയമിച്ച നിരവധി ഭരണസമിതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അതും ഗൗരവതരമായി കോടതി കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ തീരുമാനം? എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കുക എന്നത് തന്നെയാണോ ഇപ്പോഴത്തെ നീക്കം? അതാണ് രഞ്ജിത്ത്. ഇന്നലെയാണ് ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അന്വേഷിക്കാനായി ഹൈക്കോടതി സംസ്ഥാന വിജിലൻസിനെ ചുമതലപ്പെടുത്തിയത്. 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ഇതിനായി അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണം നടത്തുക. കൊടിമര നിർമ്മാണത്തിലും പ്രത്യേക അന്വേഷണം നടത്തും. 2017 UDF ഭരണസമിതിയുടെ കാലത്താണ് ഈ കൊടിമര പുനർനിർമ്മാണം
നടന്നത്. ഒപ്പം തന്നെ അന്ന് സംഭാവനയായി ലഭിച്ച സ്വർണത്തിൽ അവ്യക്തത നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനായി സംഭാവന നൽകിയ 27 പേരുടെ മൊഴിയെടുക്കുകയും വേണം. സാമ്പത്തിക ഇടപാട് രേഖകളും പരിശോധിക്കണം. കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2016 മുതലുള്ള റെക്കോർഡുകളും മറ്റ് രേഖകളും പരിശോധിക്കേണ്ടതുണ്ട്. ഈ മാസം 19-നാണ് ഇനി കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അന്ന് SP ശശിധരനും ദേവസ്വം ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ V സുനിൽകുമാറും ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനകമാണ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധി. നിലവിൽ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ്. SITയുടെയും ദേവസ്വം വിജിലൻസിന്റെയും കയ്യിലാണ് സ്വർണ്ണ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളുള്ളത്. ഇതും അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്ത ശേഷം ഈ രേഖകളും വിജിലൻസിന് കൈമാറും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഗൗരവമായ അന്വേഷണത്തിലേക്ക് ഈ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കടക്കാൻ പോകുന്നു എന്നുള്ളതും ഇതിനൊരു വലിയ ട്വിസ്റ്റാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ പല തലങ്ങളിലുള്ള അന്വേഷണമുണ്ട്. ഓരോ ദിവസവും നിരവധിയായ ക്രമക്കേടുകൾ, ഏതാണ്ട് എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ തീരുമാനമായി ഉള്ളത്. മറ്റൊന്ന്, ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കട്ടിളപ്പാളി, ദ്വാരപാലക കേസുകൾ ഗോവർദ്ധൻ, ഈ 2 കേസുകളിലും ഗോവർദ്ധൻ ജാമ്യാപേക്ഷ സമർപ്പിച്ച ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ഗോവർദ്ധൻ ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഇയാളുമായി ബന്ധപ്പെട്ട നിരവധി തലങ്ങളുള്ള അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലമുണ്ട്. പാർവതി തുടരുകയാണ്. പാർവതി, ഇത് ഈ ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷയും നമുക്കറിയാം സ്വാഭാവിക ജാമ്യം ലഭിച്ച നിരവധി പ്രതികളുണ്ട്. അത് ഈ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ജാമ്യം ലഭിച്ചത്. അങ്ങനെ ഒരു ആനുകൂല്യം ഗോവർദ്ധന് കിട്ടാനുള്ള സാഹചര്യമുണ്ടോ? എന്താണ് ഇയാൾ കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്ന കണ്ടൻഷൻസ്? രഞ്ജിത്ത്, ദ്വാരപാലക ശില്പ കേസിൽ സ്വർണ്ണപ്പാളി സംബന്ധിച്ച കേസിൽ 13-ാം പ്രതിയാണ് ഗോവർദ്ധൻ. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാൾ 10-ാം പ്രതിയുമാണ്. നേരത്തെ ഗോവർദ്ധൻ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്നാരോപിച്ചാണ് ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ കൂടിയാണ് ഗോവർദ്ധൻ. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ കേസാണ് ഇന്ന് പരിഗണിക്കുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കസ്റ്റഡി ഒഴിവാക്കണമെന്നുമാണ് ഗോവർദ്ധന്റെ പ്രധാന ആവശ്യം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരിയായ ഈ ഗോവർദ്ധന്റെ മുഖ്യ പങ്കുണ്ടെന്നാണ് കവർച്ചയ്ക്ക് ഗോവർദ്ധന്റെ ഒത്താശ ഉണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണത്തിന് പകരം ഇയാൾ പണം നൽകിയെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ ഗൂഢാലോചനയിലടക്കം ഗോവർദ്ധനും പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് സുപ്രീം കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധന്റെ വാദം. ഒപ്പം തന്നെ 2019-ൽ ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ശേഷം ബാക്കിയുണ്ടായിരുന്ന 474.97 ഗ്രാം സ്വർണം ഗോവർദ്ധൻ വാങ്ങിയെന്നും SIT കണ്ടെത്തി. ഇതിനു പകരമായി 10 ലക്ഷത്തോളം രൂപ, അതായത് 9.99 ലക്ഷം രൂപ DDI ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റ് എന്നിവരുടെ പേരിൽ അടച്ചെന്നുമാണ് ഗോവർദ്ധന്റെ അവകാശവാദം. 2.7 ലക്ഷം രൂപയുടെ സ്വർണ്ണഹാരം മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ചെന്നും ഗോവർദ്ധൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ രേഖകളും ഇയാൾ SITക്ക് കൈമാറിയിരുന്നു. ശബരിമല സ്വർണ്ണമാണെന്ന അറിവോടെയാണ് ഗോവർദ്ധൻ സ്വർണം വാങ്ങിയതെന്നാണ് എന്നാൽ SITയുടെ കണ്ടെത്തൽ. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണ്ണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിവരം. ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും 470 ഗ്രാം സ്വർണവും കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് SIT പറയുന്നത് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന്. ഇതിൽ ദ്വാരപാലക കേസിൽ 13-ാം പ്രതിയാണ് ഗോവർദ്ധൻ. കട്ടിളപ്പാളി കേസിൽ 10-ാം പ്രതിയുമാണ്. ഇന്ന് സുപ്രീം കോടതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഗോവർദ്ധൻ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു കണ്ണിയാണ്, സ്വർണ്ണ കച്ചവടക്കാരനാണ്. ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ച് അനവധി തെളിവുകൾ SIT കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളും ജാമ്യത്തിനായി, അതായത് നമുക്കറിയാം ഓരോ പ്രതികളും ഓരോ ദിവസവും ജാമ്യം നേടി പുറത്തു വരുന്നൊരു പശ്ചാത്തലം ഗൗരവതരമാണ്. പക്ഷേ അപ്പോഴും കോടതിയുടെ ആത്മവിശ്വാസം അന്വേഷണത്തിനൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുമാണ്. ആ വിഷയത്തിൽ തന്നെയാണ് അയ്യപ്പ വിശ്വാസികളും ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാർവതിയാണ് 2 വാർത്തകളിലും വിശദാംശങ്ങൾ പങ്കുവച്ചത്.
ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വാർത്ത. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് പ്രോസിക്യൂഷന്റെ വാദം തുടരുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വിശദമായ വാദം നടക്കുന്നത്. ഇന്നലെ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായിരുന്നു. വാസുവിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വാദമുണ്ട്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് വാസുവിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടും. എസ് വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, തന്ത്രി ജയിലിലാണ്, N വാസു ജയിലിലാണ്. സ്വാഭാവിക ജാമ്യം എന്ന തരത്തിലേക്ക് എത്തുന്ന പശ്ചാത്തലം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. നമുക്കറിയാം കുറ്റപത്രം സമർപ്പിക്കാൻ അവരുമായി ബന്ധപ്പെട്ട ദിവസങ്ങളുണ്ട്. വാസുവിൻ്റെ അഭിഭാഷകൻ പക്ഷേ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ പ്രതിഭാഗത്തിൻ്റെ വാദം പൂർത്തിയായ പശ്ചാത്തലമുണ്ടായിരുന്നല്ലോ. തന്ത്രിയുടെ വാദം ഇന്നലെ പൂർത്തിയായിരുന്നു. ഇന്ന് പ്രോസിക്യൂഷന് ചില കാര്യങ്ങൾ സ്വാഭാവികമായും തന്ത്രിയുമായി ബന്ധപ്പെട്ട് കോടതിയെ ധരിപ്പിക്കാനുണ്ടാകും. എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ കരുതി വച്ചിരിക്കുന്ന ആയുധങ്ങൾ? തീർച്ചയായും രജിത, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഭാഗം കോടതിയിൽ വാദിക്കുന്നത്. തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് B രാമൻപിള്ളയാണ് ഹാജരായത്. ഓൺലൈൻ മുഖേനയാണ് കോടതിയിൽ ഹാജരായത്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ല എന്നും ആചാരപരമായ കാര്യങ്ങളിലാണ് തന്റെ ഉത്തരവാദിത്വമെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്നാൽ തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധമാണ് സ്വർണ്ണക്കവർച്ചയ്ക്ക് വഴിവെച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. സന്നിധാനത്ത് സ്വർണ്ണപ്പാളികൾ മാറ്റുന്നതിനും തിരിമറികൾ നടത്തുന്നതിനും ഒത്താശ ചെയ്തതായും കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നുമാണ് തന്ത്രിക്കെതിരെ SITയുടെ കണ്ടെത്തൽ. നിലവിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രി ജാമ്യത്തിനായി ശ്രമിച്ചിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യം ലഭ്യമാകണം എന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതേസമയം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറും ഒക്കെ ആയിരുന്ന N വാസുവാണ്. N വാസുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ വാദം കേൾക്കും. നവംബർ 11-നാണ് N വാസുവിനെ SIT അറസ്റ്റ് ചെയ്യുന്നത്. കച്ചളപ്പാളി കേസിലാണ് വാസു പ്രതിയായിരിക്കുന്നത്. നമുക്കറിയാം സുപ്രീം കോടതി വരെ N വാസുവിന്റെ ജാമ്യാപേക്ഷ നിരസിച്ച സാഹചര്യമുണ്ടായിരുന്നു. രൂക്ഷ വിമർശനങ്ങളൊക്കെ നേരിട്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മുൻപ്. ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ്. അതാണ് വിനീഷ്. അതായത് ഈ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പ്രതികളൊക്കെ പുറത്തു വന്നു. പോറ്റിയടക്കം പുറത്തു വന്നു. പോറ്റി നമുക്കറിയാം മുഖ്യപ്രതിയാണ്. പോറ്റിക്കെതിരെ നിരവധി തെളിവുകളുണ്ട്. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാത്തത് പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭ്യമാകാൻ ഇടയാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. വാസുവും ആ ആനുകൂല്യം പ്രതീക്ഷിക്കുന്നുണ്ട്. വാസുവിൻ്റെ അഭിഭാഷകൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ വാസുവിൻ്റെ അഭിഭാഷകനും വാസുവിൻ്റെ പക്ഷവും ഒക്കെ മുന്നോട്ട് പോകുന്നത്? സ്വാഭാവിക ജാമ്യം എന്ന ആനുകൂല്യം കോടതി നൽകും എന്നുള്ള തരത്തിലാണോ കാര്യങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. അത് പ്രതിയുടെ അവകാശം എന്നോണമാണ് അത് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 90 ദിവസം പിന്നിട്ട് കിട്ടുന്ന സ്വാഭാവിക ജാമ്യം അത് ഇവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോ അങ്ങനെയിരിക്കെ തീർച്ചയായും ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം ഇന്ന് തുടങ്ങും. ഒപ്പം തന്ത്രി നേരത്തെ വിനീഷ് ചൂണ്ടിക്കാട്ടിയ പ്രസക്തമായ പോയിന്റുകളുണ്ട്. അതായത് നേരിട്ട് ഈ വിഷയത്തിൽ പങ്കില്ല, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഇടപെടാറില്ല, താൻ തന്ത്രപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അത്തരം വാദങ്ങളുണ്ട്. പക്ഷേ അവിടെയും പ്രോസിക്യൂഷന് സ്വാഭാവികമായ ഡിഫൻസ് ഉണ്ട്. കാരണം തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതനുസരിച്ച് തന്നെയാണ് തന്ത്രി ഇപ്പോൾ ജയിലിൽ കഴിയുന്നതും. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ജാമ്യം നൽകാനായി കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗത്തിന് സാധിച്ചിട്ടുണ്ടോ? പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ആരോഗ്യസ്ഥിതിയാണ്. രഞ്ജിത്ത്, ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, രൂക്ഷമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതിന് ക്രോസ് എന്നോണം SIT സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ചികിത്സ നൽകുന്നത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അതിലും വിശദമായിട്ട് കോടതി പരിശോധിക്കും. കാരണം ഈ ജാമ്യാപേക്ഷയോടൊപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും കൂടി സമർപ്പിക്കാനായിട്ട് SITയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മുറയ്ക്ക് മെഡിക്കൽ റിപ്പോർട്ടും SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വാദമാകും കൂടുതൽ നടക്കുക. എന്തായാലും ജാമ്യം ലഭ്യമാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവിക ജാമ്യം ലഭിക്കണമെങ്കിൽ കുറച്ചുനാൾ കൂടി തന്ത്രിക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും N വാസുവിന്റെ കാര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. രഞ്ജിത്ത്, ശരി, വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
മറ്റു വാർത്ത ലോക്സഭയിൽ നിന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോക്സഭ വലിയ ബഹളമയമാണ്. ലോക്സഭ സമ്മേളിക്കുന്ന സമയം, ബില്ലുകളൊക്കെ അവതരിപ്പിക്കേണ്ട, ചോദ്യോത്തരവേളയൊക്കെ നടക്കേണ്ട സമയത്തിൽ ഭൂരിഭാഗവും ഇത്തരം ബഹളത്തിൽ മുങ്ങുന്ന പശ്ചാത്തലമുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമാണ് കാര്യപരിപാടികളുമായി ലോക്സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രധാനമന്ത്രിക്ക് മറുപടി പ്രസംഗം നടത്താൻ കഴിഞ്ഞില്ല ലോക്സഭയിൽ. രാജ്യസഭയിൽ മാത്രമാണ് പല ആരോപണങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത്. സ്പീക്കർ തന്നെ പറയുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു, താനാണ് ലോക്സഭയിൽ മറുപടി പറയേണ്ട എന്ന് പ്രധാനമന്ത്രിയോട് നിർദ്ദേശിച്ചത് എന്നുള്ള കാര്യം. ഇതിനിടെ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ നോട്ടീസിൽ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് വിവരം. അതായത് പല വിഷയങ്ങളിലും പ്രതിപക്ഷവുമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്പീക്കറായി ഓം ബിർള മാറിയിട്ടുണ്ട് എന്ന നിലപാടിലാണ് പാർട്ടികൾ. സ്പീക്കർക്കെതിരായ നോട്ടീസിൽ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ ഒപ്പുവെക്കാത്തത് ഒരു പ്രതിസന്ധിയായിട്ടുണ്ട്. 102 അംഗങ്ങൾ നോട്ടീസിൽ ഒപ്പിട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ഒരു പക്ഷേ ഈ പാർലമെൻറ്റ് ചരിത്രത്തിലൊക്കെ അപൂർവമായാണ് ഇത്തരം അവിശ്വാസ പ്രമേയങ്ങൾ സ്പീക്കർക്കെതിരെ വരുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, തൃണമൂല് മിക്ക വിഷയങ്ങളിലും ഇപ്പോൾ പ്രതിപക്ഷവുമായി അത്ര, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായി അത്ര ഐക്യപ്പെടുന്ന നിലയിലല്ല, നമുക്കറിയാം. പലപ്പോഴും അതേ നിലപാട് ഇവിടെ സ്വീകരിക്കുകയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പാർലമെന്റിൽ? രഞ്ജിത്ത്, ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ മറ്റൊരു അസാധാരണ നീക്കത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. സ്പീക്കറെ നീക്കാനുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസിന് പ്രതിപക്ഷം രൂപം നൽകിയിരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്ന ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് 3 കാരണങ്ങളാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ വനിതാ എം പിമാർക്കെതിരെ അപകീർത്തിപരമായ പല പരാമർശങ്ങളും സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ അവസരം നൽകണം. മറ്റൊന്ന്, പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 8 പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ലോക്സഭയിലെ പ്രതിഷേധത്തെ തുടർന്ന്. ഈ എം പിമാരെ ഏപ്രിൽ 13 വരെയാണ് സസ്പെൻഡ് ചെയ്തത്. സഭയുടെ 2ാം ഘട്ടം തീരുന്നത് വരെ സസ്പെൻഡ് ചെയ്തത് ഒരു അസാധാരണ നടപടിയാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിലടക്കം ഒരു വിശദീകരണം വേണം. ഈ 3 ആവശ്യങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പ് പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നാണ് സ്പീക്കർ ഓം ബിർള കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എം പിമാർ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഇന്ന് നിലപാട് അറിയിക്കാം എന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ 11 മണിക്ക് സഭാ സമ്മേളനം ചേരുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിലേക്കുള്ള നിലപാട്, അതായത് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകുമോ എന്ന കാര്യത്തിലടക്കമുള്ള നിലപാട് സ്പീക്കർ വ്യക്തമാക്കും. ഇതിനനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കങ്ങൾ. ഭരണഘടനയുടെ 94, 96 അനുച്ഛേദങ്ങൾ അനുസരിച്ചാണ് ഇത്തരത്തിൽ സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം മൂവ് ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. സാധാരണഗതിയിൽ 100 അംഗങ്ങൾ ഒപ്പിട്ട ഒരു നോട്ടീസ് 14 ദിവസം മുൻപ് നൽകണം. നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുൻപ് നൽകണം എന്നാണ് ചട്ടം. അതനുസരിച്ച് ഉള്ള തയ്യാറെടുപ്പുകൾ പ്രതിപക്ഷം നേരത്തെ തന്നെ ആരംഭിച്ചു. 102 എം പിമാർ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. തൃണമൂൽ കോൺഗ്രസ് എം പിമാർ പക്ഷേ ഇതിൽ ഒപ്പിട്ടിട്ടില്ല. എന്തായാലും സ്പീക്കർക്കെതിരെ ഒരു അസാധാരണ നീക്കത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. സഭയിൽ സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ജഗദീപ് ധൻഖർ രാജ്യസഭാ ഉപാധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തിനെതിരെയും സമാനമായൊരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ അന്ന് 14 ദിവസം മുൻപ് നോട്ടീസ് നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ പ്രമേയ നോട്ടീസ് തള്ളിയത്. എന്തായാലും ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സ്പീക്കറെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അസാധാരണ നീക്കം ഉണ്ടാകുമോ എന്നാണ് ലോക്സഭ ഉറ്റുനോക്കുന്നത്. ഇന്നലെ സഭ ചേർന്നപ്പോഴും വനിതാ എം പിമാർക്കെതിരായ ആരോപണത്തിൽ വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനും സ്പീക്കർ തയ്യാറായില്ല. ബഡ്ജറ്റ് ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു അവസരം നൽകണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ സഭ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ബഡ്ജറ്റിന്മേലുള്ള ചർച്ചകളാണ് ഇനി നടക്കേണ്ടത്. ഇത്തരത്തിൽ നോട്ടീസ് നൽകിയാൽ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ച അവസാനിക്കും. 2ാം ഘട്ടത്തിലാവും ഈ നോട്ടീസ് പരിഗണിക്കുകയും ചെയ്യുക. രഞ്ജിത്ത്, ഇന്നലെ കാർത്തിക്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ TR ബാലുവും മറ്റും സ്പീക്കറെ കണ്ട് സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം, പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം, ഭരണപക്ഷവുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനം അറിയിക്കാം, ഇന്ന് 11 മണിക്ക് മുൻപ് തീരുമാനം അറിയിക്കാമെന്നാണ് സ്പീക്കർ അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഒരു സമവായത്തിലുള്ള സാധ്യതകൾ പ്രതിപക്ഷവും ഭരണപക്ഷവും സ്പീക്കറും സ്വാഭാവികമായും തേടും. അത് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാഹചര്യവും ഉണ്ടല്ലോ.
വിവാദ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിച്ചപ്പോഴൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് നരവനയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ എപ്സ്റ്റീൻസ് ഫയൽസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമോ? മാത്രമല്ല ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അമേരിക്ക പറയുമ്പോഴാണ് ഇന്ത്യ അറിയുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തന്ത്രം. പക്ഷേ അപ്പോഴും ഇത് സംസാരിക്കാനുള്ള അവസരം രാഹുൽ ഗാന്ധിക്ക് നിഷേധിക്കപ്പെടുന്നു. ഇത് സ്പീക്കറുടെ പക്ഷപാതപരമായ പെരുമാറ്റമാണ് എന്ന തരത്തിൽ ഒരു വിലയിരുത്തലിലേക്കാണ് പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നത്. സ്പീക്കർക്കെതിരെ ഒരു അസാധാരണ നീക്കത്തിന് തയ്യാറെടുത്തതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. പക്ഷേ ഇന്നലെ ചേർന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇക്കാര്യത്തിൽ നിർണായകമായത്. പ്രതിപക്ഷ എംപിമാർ സ്പീക്കറുമായി കൂടിയാലോചിച്ചു. പ്രതിപക്ഷ എംപിമാർ മുന്നോട്ട് വെച്ച ആ ആവശ്യങ്ങൾ ഭരണപക്ഷവുമായി കൂടിയാലോചിച്ച് ഒരു നിലപാട് അറിയിക്കാം എന്ന് സ്പീക്കർ പറയുകയും ചെയ്തു. അക്കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് എന്ത് ഇന്ന് അറിയും. അതിനുശേഷമാകും പ്രതിപക്ഷം സ്പീക്കർ നീക്കുന്ന നോട്ടീസിനടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ശക്തമായി തന്നെ ഫ്ലോറിൽ ഭരണപക്ഷത്തെ നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. സ്പീക്കർ ഇത്തരത്തിൽ വനിതാ എംപിമാർക്കെതിരായ അപകീർത്തിപരമായ പരാമർശത്തിലടക്കം, അതായത് പ്രധാനമന്ത്രി ലോക്സഭയിലെത്തിയാൽ അസാധാരണമായ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തെ വനിതാ എംപിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊരു വിമർശനം നേരത്തെ സ്പീക്കർ നടത്തിയിരുന്നു. ഇക്കാര്യത്തിലടക്കം വിശദീകരണം നൽകാൻ സമയം അനുവദിക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തിലടക്കം ഉള്ള സ്പീക്കറുടെയും ഭരണപക്ഷത്തിൻ്റെയും നിലപാടുകൾ നിർണായകമായിരിക്കും. സ്പീക്കറുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും സ്പീക്കറെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകുക. എന്തായാലും 102 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് തയ്യാറാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഡെപ്യൂട്ടി സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ ലോക്സഭാ സെക്രട്ടറി ജനറലിനായിരിക്കും ഒരുപക്ഷെ ഈ നോട്ടീസ് നൽകുക. എന്തായാലും 11 മണിക്ക് മുമ്പ് ചേരുന്ന കൂടിയാലോചനയിൽ സ്പീക്കർ എന്ത് തീരുമാനം പ്രതിപക്ഷത്തെ അറിയിക്കുന്നു? രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകുമോ? പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതടക്കമുള്ള വിശദീകരണം എന്താണ്? വനിതാ എംപിമാർക്കെതിരായ പരാമർശത്തിൽ അക്കാര്യത്തിലടക്കം ഒരു വിശദീകരണം നൽകാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുമോ? ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ സഭാ നടപടികളുടെ തുടർ നീക്കങ്ങൾ. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് 11 മണിക്ക് മുൻപ് ഈ വിഷയത്തിൽ തീരുമാനം അറിയിക്കാം എന്നാണ് പ്രതിപക്ഷത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാത്തിരുന്ന് കാണണം സഭയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തു. സ്പെഷ്യൽ സെല്ലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ആവശ്യമായ അനുമതി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പോലീസിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കേസിൽ അന്വേഷണം ആരംഭിച്ചു. സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ വാർത്താ ഫോറങ്ങളിലുമാണ് പുസ്തകത്തിൻ്റെ PDF പ്രചരിക്കുന്നത്. ചില ഓൺലൈൻ വിപണന പ്ലാറ്റ്ഫോമുകളിൽ പുസ്തകം വാങ്ങാൻ ലഭ്യമാണെന്ന രീതിയിൽ കവർ ചിത്രവും പ്രചരിക്കുന്നുണ്ട്. മണിപ്പൂരിൽ കുക്കി നാഗ സംഘർഷം അതിരൂക്ഷം. ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളെ ഉൾക്കൊള്ളിച്ച് യോഗം ചേരാൻ ആലോചിച്ച സർക്കാർ. എന്നാൽ ഇക്രൂൾ ജില്ലയിലെ സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ആശങ്ക പരത്തുന്നുണ്ട്. മേഖലയിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനാണ് തീരുമാനം. ഇന്നലെ ഉപമുഖ്യമന്ത്രി ലോസി ദീഖോ കലാപ മേഖലകൾ സന്ദർശിക്കുന്നതിനിടെ വീണ്ടും സംഘർഷം രൂക്ഷമായിരുന്നു. കുക്കികളുടെ 250ഓളം വീടുകൾ നാഗവംശജർ കത്തിച്ചു. ഇതിന് പ്രതികാരമായി കുക്കി സായുധ സംഘങ്ങൾ വെടിയുതിർക്കുന്ന പശ്ചാത്തലമുണ്ടായി. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബംഗ്ലാദേശിൽ മറ്റന്നാൾ പൊതുതെരഞ്ഞെടുപ്പ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഇക്കുറി മത്സരരംഗത്തില്ല. അനുശ്രീ വിവരങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, ബംഗ്ലാദേശിൽ നമുക്കറിയാം ഒരുപാട് കലാപങ്ങൾ നടന്ന ഒരു പശ്ചാത്തലമുണ്ട്, വാശിയേറിയ പോരാട്ടമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതുവരെ കാര്യങ്ങൾ സുഗമമാണ് എന്ന് തന്നെയാണോ? തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തും എന്ന് ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ടല്ലോ.
രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഷെയ്ഖ് ഹസീന ഭരണത്തിനും ഒടുക്കം മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല ഭരണത്തിനും ഒടുവിൽ ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 1.5 ദശലക്ഷത്തോളം അധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 12-നായിരിക്കും പൊതു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ നടക്കുക. പ്രവാസികൾ ഉൾപ്പെടെ 1.5 ദശലക്ഷം ആളുകളായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. അട്ടിമറിക്ക് ശേഷമുണ്ടാകുന്ന ബംഗ്ലാദേശിലെ ആദ്യ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അവാമി ലീഗിന് മത്സരിക്കാനുള്ള അനുമതി ഇത്തവണയില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളായിരിക്കും മത്സര രംഗത്തുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവരും മത്സര രംഗത്തുണ്ടായിരിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളിൽ ഇതിൽ തന്നെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭകാലത്ത് രൂപീകരിക്കപ്പെട്ട മറ്റ് 3 പാർട്ടികളുണ്ട്. നാഷണൽ സിറ്റിസൺ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ബംഗ്ലാദേശ് ലേബൽ പാർട്ടി എന്നിവരായിരിക്കും പ്രമുഖ കക്ഷികളായി ജമാഅത്തെ ഇസ്ലാമി പാർട്ടിയിൽ ഉണ്ടായിരിക്കുക. ഇവരും BNPയും തമ്മിലായിരിക്കും പ്രധാനമായി മത്സരമുണ്ടായിരിക്കുക എന്നതാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. ഇനി ഈ 2 പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചാൽ ബംഗ്ലാദേശിൽ 7% GDP വളർച്ച ഉണ്ടാക്കുമെന്നതാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെ $2 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയുള്ള ഇടമാക്കി മാറ്റും എന്നൊരു വാഗ്ദാനം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തെന്നാൽ എല്ലാ അയൽ രാജ്യങ്ങളുമായും സമാധാനപരമായും സഹകരണപരവുമായ, അതായത് അന്താരാഷ്ട്ര രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളുമായി സമാധാനപരമായ ഒരു സൗഹൃദം നിലനിർത്തുമെന്നുള്ള 3 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പൊതുവരുമാനം വർദ്ധിപ്പിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, ഭവന നിർമ്മാണം, തൊഴിൽ സൃഷ്ടി, സാമൂഹ്യ സംരക്ഷണം, പുനരുപയോഗ ഊർജ്ജം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഈ പൊതുവരുമാനം വർദ്ധിപ്പിച്ച് ഈ തുക ഉപയോഗിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വീട്ടിലെയും ഒരു സ്ത്രീയുടെ പേരിൽ ഫാമിലി കാർഡ് എന്നൊരു വാഗ്ദാനമാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിദേശ പ്രതിരോധ നയങ്ങളിൽ ബംഗ്ലാദേശ് ആദ്യം എന്നൊരു നയം കൂടി BNP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ ഈ ഓരോ വീട്ടിലെയും ഒരു സ്ത്രീയുടെ പേരിൽ ഫാമിലി കാർഡ് എന്ന നയത്തിൽ പ്രതിമാസം 2000 മുതൽ 2500 വരെയുള്ള തുക, അതായത് ഇന്ത്യൻ രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 1500ഓളം രൂപ അവിടുത്തെ ഒരു കുടുംബത്തിലെ ഓരോ സ്ത്രീകൾക്കും വെച്ച് പണമായി തന്നെ നൽകുമെന്നൊരു വാഗ്ദാനം കൂടി BNP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക സ്റ്റോറുകളിൽ നിന്ന് അരി, എണ്ണ, പയർവർഗ്ഗങ്ങൾ, ഉപ്പ് എന്നിവ കാർഡ് ഉപയോഗിച്ച് വാങ്ങാവുന്ന തരത്തിലുള്ള പദ്ധതി രൂപീകരിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് BNPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോഴും ഉയർന്നു വരുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിലവിലെ തകർച്ചയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിലെ സമ്പദ് വ്യവസ്ഥ ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെ നിലവിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. നിലവിലെ രാജ്യത്തെ സാഹചര്യം അനുസരിച്ച് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഓരോ വീട്ടിലെയും ആളുകൾക്ക് 2000 മുതൽ 2500 രൂപ വരെയുള്ള തുക അതെങ്ങനെ നൽകാൻ സാധിക്കും? അതോടൊപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ ഏത് തരത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ഇരു പാർട്ടികൾക്ക് മുന്നിൽ ചോദ്യങ്ങളായി നിലനിൽക്കുകയാണ്. ഇതിനൊരു ഉത്തരം നൽകാതെ ഇവർ മുന്നോട്ട് വെച്ച ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂലൈ നാഷണൽ ചാർട്ടർ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ്. ഇത് പ്രധാനമായി ഈ ജൂലൈ നാഷണൽ ചാർട്ടർ എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ ജുഡീഷ്യറി ഭരണ തെരഞ്ഞെടുപ്പ് മേഖലകളിലെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയാണ് ജൂലൈ നാഷണൽ ചാർട്ടർ പ്രധാനമായും എടുത്തു പറയുന്നത്. ഇതിൽ ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ കാലാവധി 10 വർഷത്തേക്ക് പരിമിതപ്പെടുത്തുക, അതോടൊപ്പം തന്നെ 100 അംഗ ഉപരിസഭയുള്ള ദ്വിസഭാ പാർലമെന്റ് സ്ഥാപിക്കുക, കെയർടേക്കർ സർക്കാർ സംവിധാനം പുനഃസ്ഥാപിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശാക്തീകരിക്കുക, 2024 പോരാളികൾക്ക് നിയമപരമായി അംഗീകാരം നൽകുക. ഇതൊക്കെയാണ് ജൂലൈ നാഷണൽ ചാർട്ടറിൽ മുന്നോട്ട് വയ്ക്കുന്ന പരിഷ്കാരങ്ങൾ. മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല ഭരണകാലത്താണ് ഈ പരിഷ്കാരങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ഈ ജൂലൈ നാഷണൽ ചാർട്ടറിനും മറ്റന്നാൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിരിക്കും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ബംഗ്ലാദേശിൽ
രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് ബംഗ്ലാദേശ് പോകുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇടക്കാല സർക്കാരാണ്, മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശ് നയിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എതിർപ്പുകളുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നത് എന്നതും പ്രസക്തമാണ്. എന്തായാലും സമാധാനപൂർണമായ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ പോകും എന്നും പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ഇഡിയുടെ സമൻസ്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടിയാണ് ഇഡിയുടെ നീക്കം. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു നീക്കം ഇഡിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ജയറാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. ജയറാമിൻ്റെ വീട്ടിലടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും തനിക്ക് ഈ പോറ്റിയെ അറിയാമെന്നല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ധാരണയൊന്നുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇഡി സമഗ്രമായി ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണോ? രഞ്ജിത്ത്, ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നേരത്തെ തന്നെ ശ്രീകുമാറിനെയും മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇഡി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് നടൻ ജയറാമിനാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട SIT അടക്കം ജയറാമിന്റെ വിശദമായി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇഡിയും ജയറാമിന് സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. മിക്കവാറും അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാനായിരിക്കും നിർദ്ദേശം നൽകിയിരിക്കുക. പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ വ്യക്തതയായിരിക്കും ഇഡി തേടുക. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും ഇഡി അന്വേഷിക്കുന്നുണ്ട്. ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് പൂജ നടത്തുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ എത്തിക്കുന്നതും അവർ തമ്മിൽ അവിടെ വെച്ച് പൂജ നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഇത് ശബരിമലയിൽ എത്തിക്കുന്ന വേളയിലുള്ള ഈ ഘോഷയാത്രയിലും ചടങ്ങുകളിലും ഒക്കെ ജയറാമ പങ്കെടുത്തത്, ശബരിമലയിൽ വെച്ചും ജയറാം പങ്കെടുത്തതും പോറ്റിയുമായി ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇഡിയും ജയറാമിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമോ, പ്രത്യേകിച്ച് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതിലൊരു വ്യക്തത തേടിക്കൂടിയാണ് ഇപ്പോൾ ഇഡി ജയറാമിനെ സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. പക്ഷേ ജയറാം നേരത്തെ തന്നെ SITയോടക്കം മൊഴി നൽകിയത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നത്, താൻ ഒരു അയ്യപ്പ ഭക്തരാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ ഒന്നും തന്നെ അറിഞ്ഞില്ല, അദ്ദേഹം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു എന്ന മൊഴിയായിരുന്നു ജയറാം SITക്കും മാധ്യമങ്ങൾക്ക് മുന്നിലും ഒക്കെ നൽകിയത്. എന്തായാലും ഈ മൊഴി തന്നെ ആവർത്തിക്കാനായിരിക്കും ഇഡിക്ക് മുന്നിലും സാധ്യത. എന്തായാലും ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട, ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നടൻ ജയറാമിനെ കൂടി സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഈ ജയറാം നേരത്തെ ഈ വിഷയത്തിൽ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോറ്റിയുമായി പരിചയമുണ്ടെന്നും പോറ്റി ശരിക്കും ജയറാമിനെ പറ്റിക്കുകയായിരുന്നു, പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. നടൻ തൻ്റെ ഭക്തിയെ കൊണ്ട്, അയ്യപ്പനോടുള്ള വിശ്വാസമൊക്കെ കൊണ്ട് ഇയാളുടെ പറ്റിപ്പിൽ കുടുങ്ങുകയും ചെയ്തു. അതിനപ്പുറത്ത് മറ്റ് പങ്കാളിത്തമൊന്നും ജയറാമിനില്ല. അപ്പോൾ ജയറാമിന് ആത്മവിശ്വാസത്തോടെ ഇഡിയെ സമീപിക്കാം അല്ലേ നവമി? തീർച്ചയായും രഞ്ജിത്ത്, കാരണം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ജയറാം എത്രമാത്രം ഭക്തനാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ എല്ലാ വർഷവും സന്ദർശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജയറാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തനിക്കുള്ള ബന്ധം, അത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ പൂജ ചെയ്തു കഴിഞ്ഞാൽ, ഈ സ്വർണ്ണപ്പാളി വീട്ടിലെത്തിച്ച് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യം വരുമെന്ന് പോറ്റി പറഞ്ഞതിനെ തുടർന്നാണ് അങ്ങനെ താനും അത് വിശ്വസിച്ച് അവിടെ വീട്ടിലെത്തിച്ച് പൂജ ചെയ്യാനൊക്കെ സമ്മതിച്ചത്. അതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു തട്ടിപ്പാണെന്നോ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന
ആവർത്തിച്ച് തന്നെ ജയറാം പറയുന്ന സാഹചര്യമുണ്ടായി. SITയും ജയറാമിന്റെ മൊഴിയെടുത്തപ്പോൾ ഇക്കാര്യം തന്നെയാണ് ജയറാം ആവർത്തിച്ചത്. എന്തായാലും ഇഡിക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ജയറാമിന് ചോദ്യം ചെയ്യലിനെത്താം. ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജയറാം. ജയറാം എത്രമാത്രം ഭക്തനാണെന്നും നമുക്കറിയാം. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയറാമിന് പങ്കുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നത്. എന്തായാലും ഈ SITയുടെ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇഡിയും ഇതിൽ വലിയൊരു ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലെത്തുകയും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെയും ശ്രീകുമാറിനെയും ഇഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിനു മുൻപ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇഡിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടൻ ജയറാമിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇഡിക്ക് മുന്നിൽ ജയറാം ഹാജരാകേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം അത് വിശദീകരിക്കേണ്ടി വരും. നമുക്കറിയാം ജയറാം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ ഭക്തി, തൻ്റെ അയ്യപ്പനുമായുള്ള വിശ്വാസമൊക്കെ മുതലെടുത്ത് തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ബോധ്യം കൂടി നടന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിനകം തന്നെ. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക് പോകണം. അത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ പര്യടനം മലപ്പുറം ജില്ലയിൽ ആരംഭിക്കും. രാവിലെ 10 മണിക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് ജാഥ ആരംഭിക്കും. പകൽ 3-ന് ഏറനാട്, 4-ന് നിലമ്പൂർ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം 5-ന് വണ്ടൂരിൽ സമാപിക്കും. 11-ാം തീയതി രാവിലെ 10 മണിക്ക് മഞ്ചേരിയിൽ നിന്ന് തുടങ്ങി പകൽ 3-ന് മങ്കട, 4-ന് പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലൂടെ വൈകിട്ട് 5 മണിക്ക് കോട്ടക്കലെത്തും. പൊതുപണിമുടക്കായതിനാൽ 12-ന് പര്യടനമില്ല. 13-ന് രാവിലെ 10 മണിക്ക് തിരൂരങ്ങാടിയിൽ നിന്ന് ജാഥ ആരംഭിക്കും. പകൽ 3-ന് താനൂർ, 4-ന് തിരൂർ എന്നിവിടങ്ങളിലൂടെ വൈകിട്ട് 5 മണിക്ക് പൊന്നാനിയിൽ സമാപിക്കും. 14-ന് രാവിലെ 10 മണിക്ക് ജില്ലയിലെ അവസാന കേന്ദ്രമായ തവനൂരിൽ സ്വീകരണമാണ്. തുടർന്ന് പാലക്കാട് ജില്ലയിലേക്കാകും ജാഥ കടക്കുക. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ മുസ്ലിം ലീഗിന് മുന്നറിയിപ്പുമായി സമസ്ത. ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുടർന്നാൽ അവർ മുസ്ലിം ലീഗിനെ വിഴുകുമെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ മുണ്ടുപാറ. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു പ്രതികരണം. ലീഗിന്റെ നിലപാട് നോക്കിയല്ല സമസ്ത പ്രമേയം പാസാക്കുന്നതെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. ലീഗാണോ അല്ലയോ എന്നുള്ളതല്ല സമസ്തയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനം. ആ സമസ്തയുടെ തീരുമാനം സമസ്തക്ക് ബോധ്യമായ കാര്യങ്ങളാണ് സമസ്ത പറയാറുള്ളത്. സമസ്ത എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇന്നും ഇന്നലെ അല്ല എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി 1948-ലാണ് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത എതിർത്തിട്ടുണ്ട്. 1926-ലാണ് സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അതിനുശേഷം വന്ന 1ാമത്തെ കക്ഷി മുജാഹിദ് പ്രസ്ഥാനം, അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ 2 കാരണങ്ങളാലാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒന്ന്, വിശ്വാസപരമായി കർമ്മപരമായി സുന്നി വിശ്വാസധാരയ്ക്ക് എതിരായ പല നിലപാടുകളും സ്വീകരിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾ ഒന്ന് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാ. അതായത് സുന്നികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ നിഷേധിക്കുന്നവരാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. ഈ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് അതിൻ്റെ ആചാര്യൻ. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട ആശയമാണ് ഈ 2 പ്രസ്ഥാനത്തിനുള്ളത്, മുജാഹിദും ജമാഅത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒന്നാമതായി എതിർക്കാനുള്ള കാരണം വിശ്വാസപരമായി ഞങ്ങളും അവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പല നിലപാടുകൾ അവർക്കുണ്ട്. രണ്ടാമതായി ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എതിർക്കാനുള്ള കാരണം ഇന്ത്യയിലെ മതേതര സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അത്തരമൊരു മതപരമായ നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലും ആ സൗഹൃദത്തിൻ്റെ നാടാണിത്. വ്യത്യസ്തമായ മതങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലീഗിനെയല്ലേ ആദ്യം തിരുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന ലീഗിനെയല്ലേ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്? കാരണം ലീഗ് ഉൾപ്പെട്ട UDF ആണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത്. അത് അബദ്ധമാണ്. ഞങ്ങൾ പലപ്പോഴും മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ ഇവിടുത്തെ സൗഹൃദം തകരും.
ഇവിടുത്തെ പാരമ്പര്യമായി നമ്മൾ നിലനിൽക്കുന്ന ഈ സാഹചര്യം ഇല്ലാതായി പോകുന്ന സാഹചര്യം വരും. ചെറുപ്പക്കാർക്കിടയിലേക്ക് അവരുടെ ആശയം വരും. അവസാനം ഈ മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങും. മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി ഇന്നല്ലെങ്കിൽ നാളെ വിഴുങ്ങും. മുസ്ലിം ലീഗ് പോലും വിരൽ കടിക്കേണ്ട സാഹചര്യം ഇവിടെ വരാൻ പോവുക. അത്രയേറെ അപകടം പിടിച്ച സാധനമാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരമായ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ, അവർ ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് അതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സമുദായം. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ഞങ്ങൾക്ക് കർശനമായ നിലപാടുണ്ട കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു സമയത്തും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല, അനുകൂലിക്കുകയുമില്ല. കാരണം ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് എടുക്കുന്ന തീരുമാനമാണോ സമസ്തൻ്റെത്, അത് ഇതിൽ സ്വാധീനിക്കുന്നില്ല. സമസ്ത സ്വതന്ത്രമായ ഒരു സംഘടന, ലീഗിൻ്റെ സംഘടനയല്ല. അങ്ങനെയൊക്കെ ചില നറേഷൻ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കൽ ലീഗിൻ്റെ ബി പാർട്ടിയാണ് സമസ്ത എന്ന്. ലീഗിൻ്റെ ബി പാർട്ടിയല്ല. സമസ്ത സ്വന്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ലീഗിൻ്റെ നിലപാടും ഞങ്ങളുടെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ. ആ അവസാനം അത് മുസ്ലിം ലീഗിന് തന്നെ ബോധ്യപ്പെടാൻ പോവുക. വിഴുങ്ങും. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ വിഴുങ്ങാൻ പോവുക. സമസ്തയുടെ നിലപാടാണ് വ്യക്തമാക്കിയത് മുസ്തഫ മുണ്ടുപാറ. മറ്റു വാർത്തയിലേക്ക്, 2020 ലോകകപ്പിൽ ഞായറാഴ്ച നടക്കേണ്ട ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. 15-ന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സൽമാൻ ആഖയും സംഘവും ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് ICC വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാക് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് മൊഹസീൻ നഖ്വിയുമായുള്ള ചർച്ചകൾക്കൊടുവിലാണ് കളിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, വലിയ കടുംപിടുത്തത്തിലായിരുന്നു പാകിസ്ഥാൻ. കളിക്കില്ല, ബംഗ്ലാദേശ് വിഷയമൊക്കെയാണല്ലോ കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ എങ്ങനെയാണ് ഒടുവിൽ രാജ്യം വഴങ്ങിയത്? രഞ്ജിത്ത്, ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2020 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് നിശ്ചയിച്ച പ്രകാരം 15-ന് കൊളംബോയിൽ നടക്കും. ഇത് ഔദ്യോഗികമായി അറിയിപ്പായി തന്നെ വന്നിരിക്കുന്നു. പാകിസ്ഥാൻ സർക്കാർ ഇന്നലെ പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ടീമിന് കളിക്കാൻ അനുമതി നൽകുകയായിരുന്നു. പല നയതന്ത്ര ചർച്ചകൾ കൂടെയാണ് ഇത്തരത്തിൽ ഒരു മത്സരം നടക്കാനുള്ള വഴിയൊരുങ്ങിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതായത് വലിയ തരത്തിലുള്ള വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതായത് 10 സെക്കൻഡിന് 40 ലക്ഷം രൂപയാണ് പരസ്യം വരുമാനം അതിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഏതാണ്ട് 2200 കോടി രൂപയുടെ ഇത്തരത്തിൽ ഒരു നഷ്ടം ഉണ്ടാകും എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ICCയും സംയുക്തമായി ചർച്ചകൾ നടത്തിയത്. ഇന്നലെ ലാഹോറിൽ നടന്ന ചർച്ചകളാണ് ഇതിൽ ഏറെ നിർണായകമായത്. പാക് ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വച്ച 5 ആവശ്യങ്ങളിൽ 3 ICC തള്ളിയെങ്കിലും അവരുടെ ബംഗ്ലാദേശിന് അനുകൂലമായ കാര്യങ്ങളിൽ, അതായത് ബംഗ്ലാദേശ് ഇത്തവണ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നില്ല, അതുമൂലം അവർക്കുണ്ടാകുന്ന ഫീ നഷ്ടം, ആ നഷ്ടം അവർക്ക് പിഴ ഉണ്ടാകുമായിരുന്നു. ആ പിഴ ഒഴിവാക്കി കൊടുക്കാമെന്നൊരു വാക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ നിർദ്ദേശം, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചകളിലൂടെ, നയതന്ത്ര ചർച്ചകളിലൂടെ വഴിയൊരുങ്ങിയത്. മറ്റൊന്ന്, ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കണമെന്ന ആവശ്യം ശ്രീലങ്കൻ പ്രസിഡന്റും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അനുരാഗ് കുമാര ദിസനായികയെ ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നത്. അതായത് വിവിധ തലത്തിൽ നടന്ന ചർച്ചകളുടെയും സൗഹൃദ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയും പരിഗണിച്ച ICC 2020 ലോകകപ്പിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇന്ത്യക്കെതിരെ കളിക്കാൻ പാക് ടീമിന് അനുമതി നൽകുന്നു എന്നാണ് പാകിസ്ഥാൻ സർക്കാർ പ്രസ്താവനയിൽ ഔദ്യോഗികമായി അറിയിച്ചത്. ഏതായാലും ഇതോടുകൂടി അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. ക്രിക്കറ്റ് ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം 15-ന് നിശ്ചയിച്ച പ്രകാരം നടക്കും എന്ന് ഉറപ്പായിരിക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, ശരി, കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും നിരവധി ശുപാർശകൾ ഉണ്ടായിട്ടും മാലിന്യ കൂമ്പാരമായി തുടരുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ ആമയിഴഞ്ചാൻ തോട്. കഴിഞ്ഞ മാസം റോബോട്ടിക് സംവിധാനത്തിലൂടെ തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു. എങ്കിലും മാലിന്യം നിറയുന്നതിന് കുറവൊന്നുമില്ല. നിലവിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നുപോകുന്ന ഭാഗത്ത് ഒഴുക്ക് നിലച്ച അവസ്ഥയിലുമാണ്.
2024 ജൂലൈ 13 ആമയഴിഞ്ചാൻ തോടിലെ ഈ ഭാഗത്തെ മാലിന്യം നീക്കുന്നതിനിടെയാണ് മാരായമുട്ടം സ്വദേശി ജോയ് മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങി മരിച്ചത്. 1.5 വർഷം കഴിഞ്ഞിട്ടും ആമയഴിഞ്ചാൻ തോടിലെ സ്ഥിതി വ്യത്യസ്തമല്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യം ഈ ഭാഗത്തേക്കെത്തി കുമിഞ്ഞുകൂടുന്നു. ഇതോടെ തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലയ്ക്കുന്ന സ്ഥിതിയാണ്. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിക്ക് പുറമെയുള്ള ഭാഗത്ത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോബോട്ടിന്റെ സഹായത്തോടെ മാലിന്യം നീക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പദ്ധതി വഴി മാത്രം ആമയഴിഞ്ചാൻ തോടിനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കില്ല. തോടിലേക്കുള്ള മാലിന്യ നിക്ഷേപം തടയുന്നതിന് തോട് പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ കമാനവേലി സ്ഥാപിക്കുന്നതിനടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും നടപ്പിലായിട്ടില്ല. ആമയഴിഞ്ചാൻ തോടിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നത് മഴക്കാലത്ത് നഗരങ്ങളിൽ പെട്ടെന്ന് വെള്ളക്കെട്ടിന് കാരണമാകാറുണ്ട്. മാലിന്യം നിറഞ്ഞു നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പടരുന്നതിനും ആമയഴിഞ്ചാൻ തോട് കാരണമാകുന്നു. ഇവിടെ തെളിനീരൊഴുകിയില്ലെങ്കിലും മാലിന്യം മൂടാതെ നോക്കേണ്ടത് തലസ്ഥാന നഗരിയുടെ പൊതു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ഷൊർണൂർ കുളപ്പുള്ളി ഇരട്ടമ്പലം ക്ഷേത്രത്തിലെ മേൽശാന്തി ഇപ്പോൾ ട്രിപ്പ് മൂഡിലാണ്. 15 ദിവസം യാത്ര നടത്തി എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ എത്തി നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം. തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ഭക്തർക്ക് ചോദിക്കാനുള്ളതും യാത്രയെക്കുറിച്ചാണ്. ഷൊർണൂർ കവളപ്പാറ ആലമ്പള്ളി മനയിൽ 32കാരനായ AM ശ്രീലാലാണ് ആ സഞ്ചാരി. ഷൊർണൂർ കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന മേൽശാന്തിക്ക് എവറസ്റ്റ് കൊടുമുടി കയറാൻ ഒരു മോഹം. പിന്നീട് ഒന്നും നോക്കിയില്ല, യാത്രയ്ക്കൊരുങ്ങി. ഈ സമയം പൂജകൾ മുടങ്ങാതിരിക്കാൻ താൽക്കാലികമായി മറ്റൊരു പൂജാരിയെ വെച്ച് കവളപ്പാറ ആലമ്പള്ളിയിലെ ശ്രീലാൽ ജനുവരി 16 കൊച്ചിയിൽ നിന്ന് ബംഗളൂരു വഴി നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് വിമാനം കയറി. അടുത്ത ദിവസം ട്രക്കിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങിയ ശേഷം 40 മിനിറ്റ് കൊണ്ട് അടുത്ത വിമാനത്തിൽ കയറി ലുക്ലയിലെത്തി. പിന്നെ എവറസ്റ്റ് ലക്ഷ്യമിട്ടുള്ള യാത്ര ദിവസവും രാവിലെ 7 ആരംഭിച്ച് വൈകിട്ട് 3 അവസാനിപ്പിക്കും. 14 ദിവസം കഴിഞ്ഞപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മേൽശാന്തി ശ്രീലാൽ ആലമ്പള്ളി. അദ്ദേഹം വലിയൊരു ദൗത്യം വിജയിച്ചിട്ട് വന്നു നിൽക്കുകയാണ്. ഹിമാലയത്തിൻ്റെ ബേസ് ക്യാമ്പ് വരെ കയറി കഴിഞ്ഞ ജനുവരി മാസത്തിൽ എവറസ്റ്റ് കയറിയിട്ട് വന്നു നിൽക്കുകയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഈ എവറസ്റ്റ് കയറിയിട്ടുള്ള ഒരു മേൽശാന്തി ഉള്ളതായിട്ട് ഞാൻ കുറേ നോക്കി, അറിയില്ല. അപ്പോൾ അതിൽ ഏറ്റവും അഭിമാനം ഞങ്ങൾക്ക് ഉള്ളതാണ് ഞങ്ങളുടെ തിരുമേനി എവറസ്റ്റ് കയറിയ ആളാണെന്ന്. പാലക്കാട് ജില്ലയിൽ ആകെ 3 ആളൊട്ടെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് എവറസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത്. 13 വർഷമായി കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ ശ്രീലാൽ മേൽശാന്തിയായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എവറസ്റ്റ് കൊടുമുടി കയറിയത് ഇതാദ്യമാണ്. ന്യൂസ് 18 പാലക്കാട്. ഇനി നമുക്ക് ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് പോകണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കോണം സ്വദേശികളായ ഷനു ജിനി ദമ്പതി നദാനിയ 2 വയസ്സാണ് നദാനിയയ്ക്ക്. ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ട് ചേട്ടൻ അബി, അനു, സിയോന, സാവിയോ എന്നിവർ ന്യൂസ് 18ൻ്റെയും ആശംസകൾ കൊച്ചുമിടിക്ക്. ഓച്ചിറ സ്വദേശിയും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ അഖിൽ ദത്തൻ്റെ പിറന്നാളാണ് ഇന്ന്. ന്യൂസ് 18ലെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു അഖിൽ. അഖിലിന് ആശംസകൾ നേരുന്നു. രാവിലെ പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.